ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സൈലം PSCയുടെ ഇന്നത്തെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഫിസിക്സിൽ 2025 അടുത്തടുത്തായിട്ട് നടന്ന കുറച്ചധികം എക്സാംസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല പാഠഭാഗത്ത് നിന്നുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾ നമുക്ക് ഫിസിക്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാം 2025 PYQs ആണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: അന്തരീക്ഷ മർദ്ദത്തിൽ, അതായത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. എന്നാൽ മർദ്ദം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ മർദ്ദവും തിളനിലയും തമ്മിലുള്ള ബന്ധമല്ലേ ചോദിച്ചത്. അപ്പോൾ എന്തായിരിക്കാം അതിൻ്റെ ഉത്തരം? ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏതായിരിക്കാം ഉത്തരം? വാതക നിയമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം പഠിക്കുന്നത് പോലെ തന്നെ അവിടെ പ്രധാനമായിട്ടും പഠിക്കുന്ന ബോയിൽ നിയമം, ചാൾസ് നിയമത്തിൽ നിന്നും രൂപപ്പെട്ട മറ്റൊരു നിയമമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഗേ-ലുസാക്ക് നിയമം അല്ലേ. അതിൽ എന്തൊക്കെ തമ്മിലുള്ള കണക്ഷനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ മർദ്ദവും തിളനിലയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: മർദ്ദവും തിളനിലയും ബാക്കിയുള്ള വാതക നിയമങ്ങളിൽ അല്ലെങ്കിൽ നിയമങ്ങളിലൊക്കെ നേരനുപാതം വിപരീത അനുപാതമാണല്ലോ. അതുപോലെ ഇവിടെ നിങ്ങൾ ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഓർത്തു വെക്കാനായിട്ടതേ, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്, ഈ പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില, ഏതൊരു പദാർത്ഥവും തിളയ്ക്കുന്ന താപനിലയാണല്ലോ തിളനില എന്ന് പറയുക. കുക്കറിലാണെങ്കിൽ ജലത്തിൻ്റെ തിളനില 120 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. കണ്ടോ? അതുകൊണ്ടാണ് ഈ പർവ്വത പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ആഹാരം പാകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം എന്താ എന്ന് ചോദിച്ചാൽ, ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ നോർമൽ പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ച് അതിനകത്ത് സമയമെടുത്ത് ആഹാരം വെന്ത് വരുമ്പോൾ അവിടെ മർദ്ദം കുറവായതുകൊണ്ട് തന്നെ, ഇനി ആ ഗേ-ലുസാക്ക് നിയമം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രഷർ തിളനിലയ്ക്ക്, അതല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിന്, അതല്ലെങ്കിൽ ടെമ്പറേച്ചറിന്, ബോയിലിംഗ് പോയിന്റ്, തിളനില എന്ന് പറയുന്നതും ഒരു താപനില തന്നെയാണല്ലോ, ടെമ്പറേച്ചർ തന്നെയാണല്ലോ, നേരനുപാതത്തിലാണ്. കണ്ടോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷറും കുറയുന്നു. അപ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉയരമാണല്ലേ. അപ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവാണ്. മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കില്ല തിളയ്ക്കുക, അതിലും വളരെ താഴ്ന്ന താപനിലയിൽ അങ്ങ് തിളയും. അങ്ങനെ തിളയ്ക്കുന്നത് കൊണ്ട് തന്നെ ആഹാര പദാർത്ഥങ്ങൾ ശരിയായിട്ട് വെന്ത് കിട്ടണമെന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരുവിധം അവരുടെ പാചക ആവശ്യങ്ങൾക്കെല്ലാമായിട്ട് ഈ പ്രഷർ കുക്കർ എന്ന് പറയുന്ന ഒരു ഉപകരണം യൂസ് ചെയ്യുന്നത്. കാരണം പ്രഷർ കുക്കറിന്റെ ഉള്ളില് മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് പ്രഷർ കുക്കർ അല്ലെ. മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും താപനില കൂടും. ആ പദാർത്ഥത്തിന്റെ തിളനില കൂടുന്നു. 100 എന്നുള്ളത് 120. അപ്പൊ ഇത്രയേ ഉള്ളൂ. അന്തരീക്ഷ മർദ്ദത്തിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. ഇനി മർദ്ദം കൂടുകയാണെങ്കിലോ തിളനില കൂടും. മർദ്ദം കുറഞ്ഞാലോ തിളനില കുറയും അല്ലെ. ഗേ-ലുസാക്ക് നിയമം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? മർദ്ദം കുറയുന്ന സാഹചര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ട്. അവിടെ വെള്ളം കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കും എന്ന കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഇനി ചോദ്യം 2. ഈ ചോദ്യങ്ങളുടെയൊക്കെ പ്രത്യേകത അതേ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏകദേശം കാൽഭാഗത്തോളം ഈ ചോദ്യം എടുത്തിട്ടുണ്ടല്ലേ. പക്ഷേ സിമ്പിൾ ആണെന്നേ. ക്വസ്റ്റ്യൻ കണ്ടോ? 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ABCD ആയിട്ട് 4 രീതിയിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉത്തരം നമുക്ക് കണ്ടെത്തണം. ഇവിടെ ഇതുപോലൊരു ചോദ്യം പണ്ട് എല്ലാ എക്സാംസിനും കേരള PSC ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. അതായത് ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് ഇവിടെ തന്നെ എഴുതാം. നമ്മുടെ ഭൂമിയിൽ 60 കിലോഗ്രാം മാസുള്ളൊരു വസ്തുവിന് ചന്ദ്രനില് മാസ് എത്രയാണ്? എല്ലാവരും 10 കിലോഗ്രാം എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് അങ്ങ് പോകും. അവിടെയാണ് മാസും വെയിറ്റും, അതായത് പിണ്ഡവും ഭാരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ദ്രവ്യം എന്ന് പറയുന്ന ചാപ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്
എന്താണ് ദ്രവ്യം പറയാമോ? ദ്രവ്യത്തിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. എനിത്തിങ് ഹാവിംഗ് മാസ് ആൻഡ് ഒക്കുപ്പൈസ് വോളിയം, നിങ്ങൾക്കറിയാം അല്ലേ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് അല്ലെങ്കിൽ പിണ്ഡമുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. കണ്ടോ? അപ്പൊ അതിന് എന്തുണ്ടാകണം? മാസ് ഉണ്ടാകണം, പിന്നെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുക. അത് ക്ലിയർ അല്ലേ? ഇനി വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് മാറ്റർ, ആ ദ്രവ്യത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് മാസ്. മാസിനെയാണ് നമ്മൾ എന്താ മലയാളത്തിൽ പറയുന്നതെന്നറിയോ? പിണ്ഡം. എടാ, ഈ മാസിന്റെ യൂണിറ്റ് വേണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. SI യൂണിറ്റ് കിലോഗ്രാം. ഇനി മാസ് ഉള്ളൊരു വസ്തുവില് ഭൂമി പ്രയോഗിക്കുന്ന ബലം, അതിനെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ഭാരം. ഭാരത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? വെയിറ്റ് എന്ന് പറയും. ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതല്ലെങ്കിൽ ന്യൂട്ടൺ, അതല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കണ്ടോ? അപ്പോൾ മാസും വെയിറ്റും ഒന്നല്ല, രണ്ടും രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റി, രണ്ട് ഡിഫറെന്റ് ക്വാണ്ടിറ്റി, രണ്ട് വ്യത്യസ്ത ഭൗതിക അളവുകളാണെന്ന് മനസ്സിലാക്കുക. വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. മാസ് ഉള്ള വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ഭാരം. അപ്പോൾ ഭാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ടൈപ്പ് ഓഫ് ബലം തന്നെയാണ്. അപ്പോൾ ബലത്തിന്റെ യൂണിറ്റ് തന്നെയാ ഭാരത്തിന്. കേട്ടോ? ഏതൊരു വസ്തുവിന്റെയും അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥത്തിന്റെയും ഭാരത്തെയും പിണ്ഡത്തെയും ബന്ധിപ്പിക്കുന്ന സമവാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. W=mg. ഇതിലെ W ഭാരം, M മാസ്, G എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ ത്വരണം. ചെറിയ G തന്നെ കൊടുക്കണം കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. അതിന്റെ മൂല്യം, ആവറേജ് മൂല്യം, ശരാശരി മൂല്യം 9.8. യൂണിറ്റ് ശ്രദ്ധിക്കുക, ത്വരണമാണ്, ആക്സിലറേഷൻ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവൻ ഉള്ളതായിക്കോട്ടെ ജീവൻ ഇല്ലാത്തതായിക്കോട്ടെ, ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരസംഖ്യയാണ്. അതൊരിക്കലും എന്തിനെങ്കിലും ആശ്രയിച്ച് മാറുന്നില്ല. ഇപ്പൊ ഞാന് എരഞ്ഞിപ്പാലം സൈലം ഓഫീസില് സ്റ്റുഡിയോയിൽ നിൽക്കുകയാണ്. സൈലം ബിൽഡിങ്ങില് സ്റ്റുഡിയോ 1 ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് നിൽക്കുമ്പോഴും ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലും, ഞാൻ ഇനി കോൺഫറൻസ് റൂമിലേക്ക് പോയാലും, ഞാൻ ഇനി ട്രിവാൻഡ്രത്തേക്ക് പോയാലും, ഇനി ഞാൻ കണ്ണൂർ പോയാലും, വയനാട് പോയാലും, ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോയാലും, അതുപോലെ അത് പോസിബിൾ അല്ല, നോർത്ത് പോളിൽ പോയാലും, സൗത്ത് പോളിൽ പോയാലും, ചന്ദ്രനിൽ പോയാലും, വ്യാഴത്തിൽ പോയാലും, ശുക്രനിൽ പോയാലും, ആൻഡ്രോമീഡ ഗാലക്സിയിലേക്ക് പോയാലും, പ്രപഞ്ചത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും എൻ്റെ മാസ് മാറില്ല. അതാണ് മാസ്. മാസ് എപ്പോഴും എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്, അതല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാൽ എന്ത് മാറുന്നുണ്ട്? വെയിറ്റ് മാറുന്നുണ്ട്, ഭാരം മാറുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തടിസ്ഥാനമാക്കി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം അടിസ്ഥാനമാക്കി അവര് തമ്മില് നേരനുപാതത്തിലാണെന്ന് പഠിക്കുക. അതായത് ജിയുടെ മൂല്യം എവിടെ കൂടുതലാണോ അവിടെ വസ്തുവിന് ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടും. ജിയുടെ മൂല്യം എവിടെ കുറവാണോ അവിടെ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടും. ജി 0 ആകുന്നത് എവിടെയാണോ അവിടെ വസ്തുവിന് വെയ്റ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ അനുഭവപ്പെടും. അതായത് നമ്മുടെ ഭൂമിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുവോ? ധ്രുവപ്രദേശങ്ങളിൽ, അതല്ലെങ്കിൽ പോളാർ റീജിയൻസിലാണ്. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? 9.8 ആവറേജ് വാല്യൂ എന്ന് നമ്മൾ പഠിക്കുമ്പോഴും പോളാർ റീജിയൻസിൽ പോയിന്റ് വ്യത്യാസമാണല്ലേ, 0.83. പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡിഫറൻസ് വളരെ വലുതാണ്. അവിടെ ഭാരം കൂടുതൽ അനുഭവപ്പെടും വസ്തുക്കൾക്ക്. ഇനി അതിപ്പോൾ വീണ്ടും ഒരു ഡൗട്ട് വരും, നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ? എടാ, ഇരു ധ്രുവങ്ങളിലും ഒരുപോലെയാണ്, നോർത്തോ സൗത്തോ വ്യത്യാസമില്ല. 2 ധ്രുവങ്ങളിലും മാക്സിമം വെയിറ്റ്. വീണ്ടും പറയുന്നു, വെയിറ്റ്, മാസും വെയിറ്റും ഇവിടെ നിങ്ങൾ ക്ലിയർ ആക്കണം. ഇനി ഒരു വസ്തുവിന് ഭൂമിയിൽ ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണെന്നറിയോ? ഭൂമധ്യരേഖാ പ്രദേശം, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻ, ഇക്വേറ്ററിനോടടുത്താണ്. അവിടെ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ജി കുറവ്, അതുകൊണ്ട് ഭാരവും കുറവ്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രത്തില് വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു, വെയിറ്റ് 0 ആവുന്നു. കാരണം അവിടെ ജി 0. അപ്പൊ എന്തുകൊണ്ട് വെയിറ്റ് ഇങ്ങനെ ഓരോ ഇടത്തും വേരി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയണം? അത് ജി മാറുന്നത് കൊണ്ട്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം മാറുന്നത് കൊണ്ട് അതിലെ വ്യത്യാസം
ഭാരത്തിനെയും എന്ത് ചെയ്യും, വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ മാസ് ആണോ വെയിറ്റ് ആണോ അവർ ചോദിക്കുന്നത്, അതായത് പിണ്ഡമാണോ ഭാരമാണോ, രണ്ടും രണ്ടാന്ന് മനസ്സിലായില്ലേ? ഇനി ഓരോ ആകാശഗോളത്തിനും ജി വ്യത്യാസപ്പെടുന്നേ. ജിയുടെ മൂല്യം ഭൂമിയിൽ ആവറേജ് വാല്യൂ നമ്മൾ പഠിച്ചു. ഇനി ഭൂഗുരുത്വ ത്വരണം, ഈ ഗുരുത്വ ത്വരണം ഏറ്റവും കൂടുതൽ വ്യാഴത്തിനാണ്. അതുകൊണ്ട് തന്നെ വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ബുധൻ, വളരെ കുറവാ. ചന്ദ്രനും കുറവാണ്. കണ്ടോ? അപ്പോൾ ഓരോ ആകാശഗോളത്തിലും ഈ ഗുരുത്വ ത്വരണം എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് വന്നാൽ ചോദ്യം ഇങ്ങനെയാണ്: 6 കിലോഗ്രാം മാസ് ഉള്ളൊരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക്, അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക്, അവിടെ നിന്ന് ശുക്രനിലോ വ്യാഴത്തിലോ എവിടെയെങ്കിലുമൊക്കെ പൊക്കോട്ടെ, വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം കണ്ടോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രോസസ് ചെയ്യരുത്. ഭൂമധ്യ രേഖയിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് പോൾസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. അവര് മാസാണ് ചോദിച്ചത്, മാസായിട്ട് ഉത്തരം കൊടുക്കുക. മാസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, 6 കിലോഗ്രാം ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാസ് വെയിറ്റ് കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉത്തരം കൊടുക്കാൻ പാടുള്ളൂ. സെറ്റല്ലേ? യെസ് മൈ ഡിയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? കണ്ടോ, ബലങ്ങൾ, ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തുമാത്രം ബലങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. ഘർഷണ ബലമുണ്ട്, കൊഹിഷൻ അഡീഷൻ ബലമുണ്ട്, വിസ്കസ് ഫോഴ്സ്, ശ്യാന ബലമുണ്ട്, പ്രതല ബലമുണ്ട്, ആവേഗ ബലമുണ്ട്, അല്ലേ? പിന്നെ ഭൂഗുരുത്വ ബലമുണ്ട്, അണുകേന്ദ്ര ബലം അതായത് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, വൈദ്യുത കാന്തിക ബലമുണ്ട്, കാന്തിക ബലമുണ്ട്. അങ്ങനെ എന്തുമാത്രം ബലങ്ങൾ, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, അങ്ങനെ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരുപാട് ബലങ്ങൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൂടിയും പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ എത്ര എണ്ണമുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കും. അതിൻ്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എക്സാക്ട്ലി 4 പഠിച്ചേക്കണേ. ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ. നമുക്കതൊന്ന് ലിസ്റ്റ് ചെയ്താലോ? 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഞാൻ ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ, ഭൂഗുരുത്വ ബലം. രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക ബലം. മൂന്നാമത്തേത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ശരിക്കും ന്യൂക്ലിയർ ഫോഴ്സോടുകൂടി 3 എന്ന് പറയാം, പക്ഷെ നമ്മുടെ എക്സാമിന് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ശക്തി കൂടിയ ന്യൂക്ലിയർ ബലം, അതുപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ശക്തി കുറഞ്ഞ ന്യൂക്ലിയർ ബലം. ഇതാണ് പ്രകൃതിയിലെ 4 അടിസ്ഥാന ബലങ്ങൾ. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും അല്ലെങ്കിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളും സാധ്യമാകുന്നത് ഈ 4 ബലങ്ങളിലൂടെയാണ്. എല്ലാ പ്രക്രിയകളും നടക്കുന്നത് ഇതിലൂടെയാണ്. അതുകൊണ്ടാണ് മറ്റൊക്കെ ബലങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇത് 4നെയും അടിസ്ഥാന ബലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാലും കാണാം. കണ്ടോ, ആ ഫണ്ടമെന്റൽ ഫോഴ്സസിനെ തന്നെയാണ് അവർ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതൊരു ഒറ്റ പോയിന്റിൽ തീർക്കാൻ പറ്റുന്നതല്ല. എന്നാൽ കൂടിയും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് 4 പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തമായത്, അതായത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബലം ഏതാ എന്ന് ചോദിച്ചാൽ അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. ശക്തി കൂടിയ ന്യൂക്ലിയർ ബലം, അതായത് പ്രബല ആണവ ബലം. പിന്നെ ഒരു കാര്യമുണ്ടേ, ഈ ന്യൂക്ലിയർ ബലങ്ങളുടെ പ്രത്യേകത, അതിപ്പോൾ വീക്ക് ആയാലും സ്ട്രോങ് ആയാലും വിത്തിൻ ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ വിത്തിൻ ദ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിൽ നടക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബലങ്ങളാണ്. അതിന് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, ശക്തി വളരെ കൂടുതലാണ്. അത് ഒരു ചെറിയ റേഞ്ചിൽ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ആറ്റം തന്നെ ചെറുതല്ലേ, അപ്പം അതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ചെറുതല്ലേ. ആ ന്യൂക്ലിയസിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ നമുക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനെന്ന് പറയാനും പറ്റില്ല. അതിനുള്ളിൽ പ്രകടമാകുന്ന ബലമാണ് ഈ ആണവ ബലം. അതുകൊണ്ട് ആണവ ബലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, അത് ശരിക്കും സ്ട്രോങ് ആണ്. ശക്തി ഉണ്ടെങ്കിൽ കൂടിയും അതിന് എന്താണ്, റേഞ്ച് വളരെ കുറവാണ്. ദൂരപരിധി അല്ലെങ്കിൽ ദൈർഘ്യം
ഏറ്റവും കുറഞ്ഞ ബലം ഏതാ എന്ന് ചോദിക്കാം. അതും ശക്തി കൂടിയ ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് പഠിക്കുക. അതുപോലെ ഇനി ഏറ്റവും വീക്കസ്റ്റ് ബലമേത്, ദുർബലമായിട്ടുള്ള ബലമേതാ എന്ന് ചോദിക്കാം. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ദുർബലം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? യെസ്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതല്ലെങ്കിൽ ഭൂഗുരുത്വ ബലമാണെന്ന് പഠിക്കുക. അത് ദുർബലമാണെങ്കിലും ഈ പ്രപഞ്ചമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നതല്ലേ. നമ്മൾ മനുഷ്യർക്കിടയിലുള്ളത് പോലെ, വസ്തുക്കൾക്കിടയിലുള്ളത് പോലെ ആകാശഗോളങ്ങൾക്കിടയിൽ പോലും ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടല്ലേ. അതൊരു പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സർവ്വവ്യാപിയായിട്ടുള്ള ഫോഴ്സാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ്, പ്രാപഞ്ചിക ബലമാണ്. അതുകൊണ്ട് തന്നെ ദുർബലമാണെങ്കിൽ കൂടിയും അത് പ്രപഞ്ചമൊട്ടാകെ എന്ന് പറയുമ്പോൾ വലിയൊരു ദൈർഘ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൂരപരിധിയിലേക്ക് അനുഭവപ്പെടുന്നതാണ്. അതൊരു ലോങ്ങസ്റ്റ് റേഞ്ച് ഫോഴ്സ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതും ഏത് തന്നെയാണ്? ഗ്രാവിറ്റി. അപ്പം ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? അടിസ്ഥാന ബലങ്ങൾ 4. ഏറ്റവും ശക്തി കുറവ് ഏതിനാണോ, അതായത് ദുർബലമായിട്ടുള്ളത് ഏതാണോ, അതിന് റേഞ്ച് വളരെ കൂടുതലാണ്. ഇനി ഏറ്റവും ശക്തി കൂടുതൽ ഏതാണോ അതിന് റേഞ്ച് കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചും സ്ട്രെങ്ത്തും വിപരീത അനുപാതത്തിലാണല്ലേ. അപ്പോൾ ഏറ്റവും ശക്തി കൂടിയത്, റേഞ്ച് കുറവ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇനി ഏറ്റവും ശക്തി കുറഞ്ഞത്, റേഞ്ച് കൂടുതൽ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ശക്തി ഏറ്റവും കുറവ്, അതായത് ദുർബലം ഏതാണ്? നമ്മുടെ ഗുരുത്വാകർഷണ ബലമാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്തേക്കുക? ഓർത്തു വെക്കുക. സിമ്പിൾ അല്ലേ? യെസ് മൈ ഡിയേഴ്സ്, ഹിയർ ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശവും ശബ്ദവും പഠിക്കാതെ നിങ്ങളൊരു എക്സാമിനും പോവല്ലേ. പ്രകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് ഏത്? നമുക്ക് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ലൈറ്റും സൗണ്ടും ഒക്കെ കമ്പയർ ചെയ്തിട്ടൊരു കമ്പാരിസൺ ചാർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ പഠിച്ച് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തേക്കുക? ഒന്ന് നോക്കി പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ പ്രകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രകാശം എന്താണ്? പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോയിന്റ്, പ്രകാശത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ, ഇതിനെയൊക്കെ കുറിച്ചുള്ളൊരു മിനിമം ഐഡിയ നമുക്ക് ഉണ്ടാവണം അല്ലേ. നമുക്ക് നോക്കാം. ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്, ഉണ്ടോ? പ്രകാശത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? അവന് മാധ്യമം ഉണ്ടെങ്കിലും, അതായത് മീഡിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സഞ്ചരിക്കും. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു മീഡിയം മാധ്യമം ഇല്ല, അത് ശൂന്യമാണല്ലേ. ശൂന്യതയിൽ കൂടിയാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതെ, 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ശൂന്യതയിൽ കൂടി ഏറ്റവും വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കും. പ്രകാശത്തിന്റെ വേഗതയെ മറികടക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ കണ്ടോ, ഒരു വസ്തുവിനെ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കൂടിയ വേഗത പ്രകാശ വേഗതയാണ്. അപ്പൊ ശൂന്യതയിൽ കൂടി തന്നെയാണ് അത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്, നമുക്കറിയാം. ശരിയാ, നിശ്ചിത വേഗതയുണ്ട്, ഉണ്ട്. എപ്പോഴും 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലല്ല പ്രകാശം സഞ്ചരിക്കുക. അവൻ ശൂന്യതയിലൂടെയും വായുവിലൂടെയൊക്കെ പ്രകാശം ഉൾപ്പെടെയുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോ റേഡിയോ തരംഗങ്ങളൊക്കെ ശൂന്യതയിലും വായുവിലൂടെയൊക്കെ ഏകദേശം 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഖര ദ്രാവക മാധ്യമങ്ങൾ വേറെ വരില്ലേ. അപ്പോൾ ആ മാധ്യമം മാറുന്നതനുസരിച്ചിട്ട് സഞ്ചരിക്കും. പക്ഷെ ആ പ്രകാശത്തിന്റെ വേഗതയിലും എന്തുണ്ടാകും? മാറ്റമുണ്ടാകും. ഇപ്പൊ ജലത്തിലെ പ്രകാശത്തിനൊരു നിശ്ചിത വേഗതയുണ്ട്, അതുപോലെ ശൂന്യതയിലും ഉണ്ട്. അപ്പൊ വേഗതയുണ്ട്, അതിന് എന്തുണ്ട്? ഒരു നിശ്ചിത മൂല്യമുണ്ട് ഓരോ മാധ്യമത്തിലും. അപ്പൊ നിശ്ചിത വേഗത ശരിയാണ്. ഊർജം വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും, അതാ. തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ് തരംഗം? അത് മാധ്യമത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതി, അതാണ് തരംഗ ചലനം, വേവ് മോഷൻ. ആ പോകുന്ന വിക്ഷോഭത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തരംഗം അല്ലേ. നല്ല സുന്ദരമായിട്ട് പ്രശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് ഞാൻ ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞാൽ അവിടെ ഒരു ഓളം ഉണ്ടായി, അത് ഇങ്ങനെ ബ്ലും 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 ബ്ലും, കല്ല് പോകുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് വീഴുന്ന അനുസരിച്ചിട്ട് അതിങ്ങനെ ആ ഓളം സ്പ്രെഡായി പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് പ്രകാശവും, അതായത് നമ്മുടെ ഈ തരംഗവും. പ്രകാശം എന്ന് പറഞ്ഞാലും ഒരു തരംഗം തന്നെയാണല്ലോ. അത് പിന്നെ അനുപ്രസ്ഥം, അനുദൈർഘ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ തരംഗങ്ങളുടെ പ്രത്യേകത, അതൊരിക്കലും പിണ്ഡ കൈമാറ്റം നടത്തുന്നില്ല അല്ലെ. പകരം എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അത് ക്യാരി ചെയ്യുന്നുണ്ട്. യെസ്. ഇനി സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ആ പോയിന്റ് ശരി എന്ന് പറയാമായിരുന്നു. അവിടെ ശബ്ദം ചോദിച്ചിരുന്നെങ്കിൽ മാധ്യമം ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് പറയാം. എന്നാൽ പ്രകാശത്തിന് മാധ്യമം ആവശ്യമാണ് എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ്
ശരിയല്ല. അപ്പോൾ അല്ലാത്തതാണ് ചോദിച്ചത്. ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലേ. പ്രകാശത്തിന് മാധ്യമം കൂടിയേ പറ്റുള്ളൂ, മാധ്യമം ആവശ്യമാണ് എന്നൊരു പോയിന്റ് അവിടെ ഇല്ല. മാധ്യമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പൊക്കോളാം, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രകാശത്തിന്. സഞ്ചരിക്കാൻ മാധ്യമം വേണമെന്നില്ല കേട്ടോ. അപ്പൊ ആവശ്യമാണ് എന്ന് പറയുന്നതിന് പകരം മാധ്യമം ഉണ്ടെങ്കിലും മാധ്യമം ഇല്ലെങ്കിലും പ്രകാശം സഞ്ചരിക്കും എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. ഓക്കെ, ഇനി ചോദ്യം നമ്പർ 5. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? SCERTയിലും ഉണ്ട്, അതുപോലെ NCERTയിൽ അത് അടിപൊളിയായിട്ടൊരു ടേബിൾ രൂപത്തിൽ അവർ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ 10th പ്രിലിംസ് 2025 എക്സാമിന് സ്റ്റേജ് 1 ചോദിച്ചൊരു ചോദ്യമായത്. കണ്ടോ, കിലോ വാട്ട് അവർ, എർഗ്, ജൂൾ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ ഇതില് ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് പറയാൻ പറ്റുമല്ലേ? അതായത് ഇതൊന്ന് നോക്കിക്കേ, ഓപ്ഷൻ സി. ജൂള് എന്ന് പറഞ്ഞാൽ അത് വർക്കിന്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, അതൊരിക്കലും എനർജി അല്ല, പകരം അത് പവർ അഥവാ ശക്തിയുടെ യൂണിറ്റ് ആണ്. ഒരു തരത്തിലും ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എക്സാമിന് ഇമാതിരിയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇതേ കാണുന്നുണ്ടോ, ബലം പ്രയോഗിക്കുന്നതനുസരിച്ചിട്ട് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായാൽ അതാണ് പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്യാനുള്ള എൻ്റെ കഴിവ്, നിങ്ങളുടെ കഴിവ്, നമ്മുടെ കപ്പാസിറ്റി, എബിലിറ്റി, കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം. അപ്പോൾ പ്രവൃത്തി ആയിക്കോട്ടെ, ഊർജമായിക്കോട്ടെ, താപം അതും ഒരു ഊർജ്ജരൂപം തന്നെയാണ്. അത് സർവ്വവ്യാപകമായിട്ട് നമ്മൾ ഒരേ അളവ് തന്നെയാണ് മൂന്നിനും പറയാറുള്ളത്. ജൂള്, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥം. അതല്ലാതെ പല സാഹചര്യങ്ങളിലും നമ്മൾ പല പല യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് CGS യൂണിറ്റ്. കാണുന്നുണ്ടോ, എർഗ്, ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁻7 ജൂളാണ് കേട്ടോ. അതുപോലെ ഇലക്ട്രോൺ വോൾട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. യൂണിറ്റ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. വൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19 ജൂൾ. ആ വാല്യൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? അടിസ്ഥാന അറ്റോമിക കണങ്ങൾ, അതിൽ ഇലക്ട്രോണുകളുടെ ചാർജിന്റെ മൂല്യമല്ലേ, അത്രയും ജൂളാണ്. ഇനി കലോറി, ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശരിക്കും ശ്രദ്ധ പുലർത്തുന്നവർ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വെക്കുന്ന ഒരു വാക്കാണ് ഈ കാലറി അല്ലേ. ചിലർ കാലറി എന്ന് പറയും, ചിലർ കലോറി എന്ന് പറയും. എനിക്ക് ഇത്ര കലോറി ഫുഡ്, ഇത്ര കിലോ കലോറി, ഇത്ര കലോറി ബേൺ ആക്കണം അല്ലേ. യെസ്, അപ്പോൾ കലോറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കലോറി 4.2 ജൂളാണ്. എക്സാക്ട്ലി ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കലോറി 4.186 ജൂള്. അതുപോലെ കിലോ വാട്ട് അവർ എന്ന് പറയുന്നതും ഈ ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ്. ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അത് നമ്മൾ വൈദ്യുതി വരുമ്പോഴത്തേക്കും പഠിക്കുന്നുണ്ട്. 3.6 × 10⁻6 ജൂൾ. കണ്ടോ? അപ്പോൾ അത്യാവശ്യം ഭൗതിക രാശികളും അതിൻ്റെ അളവുകളും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. കാരണം സർവ്വ യൂണിറ്റുകളും കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട്, അതായത് ചോദ്യം ശരിയായിട്ടുള്ളത് ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ഏത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരു മിനിമം ഐഡിയ നമുക്ക് ഉണ്ടാവണം. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ശരി, അടുത്തത് 6. ഒരു വലിയ ക്വസ്റ്റ്യൻ, ബട്ട് സിമ്പിളാ. സാധാരണയായിട്ട് നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകൾ നിങ്ങൾക്കറിയാം അല്ലെ. താപനില ചാപ്റ്റർ ആണ്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. അതിൽ ഊഷ്മാവിന്റെ ഏറ്റവും താഴ്ന്ന പരിധി 3 സ്കെയിലിലും എത്രയാണ് റീഡിംഗ്? 3 വ്യത്യസ്ത തോതുകളുടെ റെഫറൻസ് ആയതുകൊണ്ടാണ് 3 വ്യത്യസ്ത സ്കെയിലുകൾ തന്നെ വന്നത്. അതുകൊണ്ട് നമ്മളത് എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഊഷ്മാവിന്റെ ഏറ്റവും താഴ്ന്ന പരിധി, അതിനെ നമ്മൾ കേവല 0 എന്ന് വിളിക്കാറുണ്ട്. കേവല 0 0 കെൽവിനാണ്. 0 കെൽവിന് തത്തുല്യമായിട്ടുള്ള സെൽഷ്യസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാനതാ ഇവിടെ എഴുതുന്നു, -273.
പോയി സംഗതി പഠിപ്പിക്കുമ്പോൾ ഞാൻ 773.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അവർ തന്നെ ചോദിക്കും, മിസ്സേ 0.15 ഒഴിവാക്കിയാലും പ്രശ്നമില്ലല്ലോ, കാരണം അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ആ 4 ഓപ്ഷൻസും നോക്കൂ, ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെയാണ് ചോദിച്ചത്. കണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഇത് ഫാരൻഹീറ്റിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവിടെ നിസാര വ്യത്യാസം 459 അതുപോലെ 469 2 മൈനസ് ഉണ്ടേ, കണ്ടോ? 5 6 തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ശരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് ക്ലിനിക്കലി അല്ലെങ്കിൽ ലബോറട്ടറിക്കലി അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും താഴ്ന്ന താപനിലയാണ് അതേ 3 സ്കെയിലുകളിലായിട്ട് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ ഊഷ്മാവിൻ്റെ ഏറ്റവും ഉയർന്ന പരിധി എത്ര എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടതെന്നറിയോ? നമുക്ക് ഒരിക്കലും ഒരു അപ്പർ മോസ്റ്റ് ലിമിറ്റ്, ഒരു കൃത്യമായ മൂല്യം പറയാനില്ല. ഒരു അപ്പർ ലിമിറ്റ് ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് താപനില. എത്ര വേണമെങ്കിലും ഉയരാം, അതിനൊരു അപ്പർ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് ഊഷ്മാവിൻ്റെ ഉയർന്ന പരിധി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിയററ്റിക്കലി അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? അബ്സല്യൂട്ട് ഹോട്ട്. അപ്പൊ അബ്സല്യൂട്ട് 0 എന്നറിയപ്പെടുന്നത് അത് താഴ്ന്ന പരിധിയാണ്. അതുപോലെ അബ്സല്യൂട്ട് ഹോട്ട് എന്നറിയപ്പെടുന്നത് ഒരു കൃത്യമൂല്യം പറയാൻ നിവൃത്തിയില്ല, ബട്ട് അത് ഊഷ്മാവിൻ്റെ ഉയർന്ന ലിമിറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലർക്കും സംശയം വരും, സൂര്യൻ്റെ താപനിലയല്ലേ, സൂര്യനേക്കാളും ചൂട് കൂടിയ വസ്തുക്കൾ ഉണ്ടെന്നേ. സൂര്യനൊന്നും ഒന്നുമല്ല. ഇവൻ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് ഒരു അത്യധികം മാസമുള്ള വസ്തു ഉന്നതമായ താപനിലയിൽ പൊട്ടിത്തെറിച്ചിട്ടല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ്. അപ്പോൾ തിയററ്റിക്കലി അബ്സല്യൂട്ട് ഹോട്ട്, താഴ്ന്നത് അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0 കെൽവിൻ, സെൽഷ്യസ്, ഫാരൻഹീറ്റ് വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് കണ്ടോ, എന്തും എങ്ങനെയും ചോദിക്കാം അല്ലേ, തീരുന്നില്ല. തൽക്കാലം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കണക്റ്റഡ് ഫാക്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു മൈ ഡിയേഴ്സ്.